ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന എക്സാമിലെ എക്കണോമിക്സിൻ്റെ പാർട്ടിലെ പ്രധാനപ്പെട്ട ടേംസും കോൺസെപ്റ്റ്സുമാണ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സിലബസിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം എക്കണോമിക്സ് നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണ് ചോദിക്കുന്നത്, അപ്പോൾ അവയെക്കുറിച്ചൊരു ഓവർവ്യൂ ആണ് ഈ ഇന്നത്തെ വീഡിയോയിലുള്ളത്. പാർട്ട് 1 എക്കണോമിക്സ്, മൊഡ്യൂൾ 1 മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ 4 മാർക്കിനാണ് ചോദിക്കുന്നത്. അതിൽ തന്നെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. യൂട്ടിലിറ്റി ഫംഗ്ഷൻ നമുക്കറിയാം, +2 മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ യൂട്ടിലിറ്റി ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഡിമാൻഡ് അനാലിസിസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ പ്രൈസ്, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നമുക്കറിയാം. പ്രൈസ് എഫക്റ്റ് എന്താണ്, ഇൻകം എഫക്റ്റ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണ് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ ഒരു എക്സാം പോട്ടെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം നോക്കുകയാണെങ്കിലും പ്രൈസ് എഫക്റ്റ്, ഇൻകം എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ കുറിച്ച് ചോദിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിലും ഈ 3 കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓരോ ഗുഡ്സ് വരുമ്പോൾ, അപ്പോൾ ഗിഫൻ ഗുഡ് ആയിക്കോട്ടെ, നോർമൽ ഗുഡ്സ് ആയിക്കോട്ടെ, ലക്ഷറി ഗുഡ് ആയിക്കോട്ടെ, എങ്ങനെയായിരിക്കും പ്രൈസ് എഫക്റ്റ് ആണോ ഡോമിനേറ്റ് ചെയ്യുന്നത്, ഇൻകം എഫക്റ്റ് ആണോ ഡോമിനേറ്റ് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണോ ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കേണ്ടതും ആ ഒരു കോൺസെപ്റ്റ് നോക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അടുത്താണ് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ്. +2 മുതൽ നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നവർക്ക് അറിയാൻ കഴിയും നമ്മൾക്ക് എന്താണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലത്തെ ഇൻഡിഫറൻസ് കർവ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട്സിനൊരു പ്രത്യേക ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നോർമൽ ഇൻഡിഫറൻസ് കർവിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററിൻ്റെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിന് ചില പ്രത്യേകതകളും ഉണ്ട്. അപ്പോൾ അത് നോക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൺസ്യൂമർ ബിഹേവിയറിൻ്റെ മാർഷ്യലിൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡായിരുന്നു. അതെന്ന് പറയുന്നത് ഒരു കാർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ആയിരുന്നു. അതിനുശേഷം വന്ന ഹിഗ്സ് ആൻഡ് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിലാണെങ്കിൽ അതെന്ന് പറയുന്നത് ഓർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ആയിരുന്നു. പിന്നീട് ഇതിനൊക്കെ എന്ന് പറയുന്നത് അതിനൊക്കെ ശേഷം വന്നൊരു ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോളി സാമുവൽസണിൻ്റെ ആയിരുന്നു. അതാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത്. റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ടുള്ളത് ആക്ച്വൽ ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമർ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറീൻ്റെ പ്രത്യേകത നമ്മൾ നോക്കണം. അതെന്ന് പറയുന്നത് പ്രിഫറൻസ് ഹൈപ്പോത്തിസിസ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ചോയ്സ് റിവീൽസ് പ്രിഫറൻസ് എന്നാണ് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട അസംഷൻസ് ഉണ്ട്. റാഷണാലിറ്റി, സ്ട്രോങ് ഓർഡറിങ്, പിന്നെ കൺസിസ്റ്റൻസി, ട്രാൻസിറ്റിവിറ്റി, പിന്നെ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് അസംഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു തിയറിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് LES CS ഡിമാൻഡ് ഫങ്ഷൻസ്. നമുക്കറിയാം, അതൊന്ന് റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിമാൻഡ് തിയറീസിലെ പ്രധാനപ്പെട്ട ഒന്നാണ് LES CS ഡിമാൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. LES ഡിമാൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ഡിമാൻഡ് ഫങ്ഷനാണ്. അത് R സ്റ്റോൺ ആണ്. ഇപ്പോൾ യൂട്ടിലിറ്റി ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ടുള്ളത് സാധാരണ ഡിമാൻഡ് ഫങ്ഷൻ, നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഡിമാൻഡ് ഫങ്ഷൻ തന്നെയാണ് ഡിറൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനൊരു യൂട്ടിലിറ്റി ഫങ്ഷനും ഉണ്ടായിരിക്കും, ഒരു ബജറ്റ് കൺസ്ട്രെയിൻ വെച്ചുകൊണ്ട്. ഇൻഡിഫറൻസ് കർവ് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് LES ഡിമാൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നതും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിലും അതിൻ്റേതായിട്ടൊരു കർവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെന്താ, CS ഡിമാൻഡ് ഫങ്ഷനാണ്. അത് അപ്ലൈഡ് റിസർച്ചിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ഡിമാൻഡ് ഫങ്ഷനാണ് ഈ CS ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മൾ തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷനിൽ ആണ് പ്രധാനമായിട്ടും ട്രഡീഷണൽ ആൻഡ് മോഡേൺ തിയറി ഓഫ് കോസ്റ്റ്. അതിനു മുമ്പ് നമ്മൾ ബാൻഡ് വാഗൺ എഫക്റ്റും സ്നോബ് എഫക്റ്റും വെബ്ലൻ എഫക്റ്റും എന്താണെന്ന് പറയുന്നുണ്ട്. ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ഫാഷനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ്, അതായത് നമ്മൾ
ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഈ ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറയുന്നത്. സ്നോബ് എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പീപ്പിൾ ഒരു ഗുഡ് എന്തായിരുന്നു അവർ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറയുന്നൊരു പ്രതിഭാസത്തിനാണ് നമ്മൾ സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത്. വെബ്ലൻ എഫക്റ്റ് ആണെങ്കിൽ എന്താ, പ്രസ്റ്റീജ് വാല്യൂ ഉള്ള ഗുഡ്സിന് കൂടുതൽ ഹയർ പ്രൈസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഹയർ പ്രൈസ് ആയിരിക്കും. അങ്ങനെ ഹയർ പ്രൈസുള്ള ഗുഡ്സിന് പ്രസ്റ്റീജ് വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും എന്നുള്ളതാണ് വെബ്ലൻ എഫക്റ്റിൽ പറയുന്നത്. ഇനി കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷനിൽ ട്രഡീഷണൽ ആൻഡ് മോഡേൺ തിയറി ഓഫ് കോസ്റ്റ് ആണുള്ളത്. നമുക്കറിയാം ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് മോഡേൺ തിയറി ഓഫ് കോസ്റ്റ് എന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള 2 കർവുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ പ്രൊഡക്ഷൻ ഫങ്ഷനാണ്. കോസ്റ്റ് തിയറിയിൽ ഇപ്പോൾ യു ഷേപ്ഡ് കർവാണെങ്കിൽ ട്രഡീഷണലിൽ മോഡേൺ തിയറിയിൽ എന്ന് പറയുന്നത് എൽ ഷേപ്ഡ് കർവൊക്കെയാണുള്ളത്. അപ്പോൾ ആ കർവ്സിൻ്റെ ഷേപ്പൊക്കെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നുള്ളത് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, VS അതുപോലെ തന്നെ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം യൂസിങ് ഐസോകോണ്ട്. നമുക്കറിയാം കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ ടാൻജൻ്റ് ആവുന്ന പോയിന്റിലാണ് ഒരു കൺസ്യൂമറിന് ഇക്വിലിബ്രിയം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്താ, ഐസോ കോസ്റ്റ് കർവും ഐസോകോണ്ട് കർവും കൂടെ ടാൻജൻ്റ് ആവുന്നിടത്താണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. അപ്പോൾ ഐസോ കോസ്റ്റ് എന്താ ഐസോകോണ്ട് എന്താണെന്നൊക്കെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മുടെ മൈക്രോ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതും നമ്മൾ +2 മുതലൊക്കെ പഠിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചറും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് എന്ന് പറയുന്നതുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, മൊണോപ്പൊളി ഉണ്ട്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒളിഗോപ്പൊളി, അതുപോലെ തന്നെ ഡ്യുവോപ്പൊളി, അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നതുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് മൊണോപ്പൊളിസ്റ്റിക്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി മാർക്കറ്റ്സ്, ഇത്രയാണ് ഇതിൽ പറയുന്നത്. മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഏരിയ വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ടൈം വെച്ചിട്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്ന ബേസിസിൽ വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏരിയ ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്രധാനമായിട്ട് ലോക്കൽ മാർക്കറ്റ്, റീജിയണൽ മാർക്കറ്റ് എന്നൊക്കെ പറയും. ഇപ്പോൾ ടൈം ആണെങ്കിൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ടൈം ടേക്കൺ ബൈ പ്രൊഡ്യൂസർ ടു അഡ്ജസ്റ്റ് സപ്ലൈ, അതിൻ്റെ ബേസിലാണ് നമ്മൾ ടൈം വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണുള്ളത്, ജനറലൈസ്ഡ് മാർക്കറ്റും സ്പെഷ്യലൈസ്ഡ് മാർക്കറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് നമുക്കറിയാം, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനസ് പ്രൊഡക്റ്റ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പെർഫെക്റ്റ് നോളജ് ഉള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. മൊണോപ്പൊളി നമുക്കറിയാം, പേര് പോലെ തന്നെ സിംഗിൾ സെല്ലറായിരിക്കും ഉണ്ടാവുക, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കില്ല, നമുക്ക് ബാരിയേഴ്സ് ടു എൻട്രി ആയിരിക്കും. അതുപോലെ തന്നെ പെർഫെക്റ്റ് നോളജ് അവിടെ ഉണ്ടാകുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. അതിൽ തന്നെ മൊണോപ്പൊളിയിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൊണോപ്പൊളി ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് മൊണോപ്പൊളി ഉണ്ട്. നമ്മൾ ഡിഗ്രി ഓഫ് മൊണോപ്പൊളിന് നമ്മളെന്താ ലേണേഴ്സ് ഇൻഡെക്സ് ഓഫ് മൊണോപ്പൊളി പവറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 1 = P - MC/P എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ട്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താ, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആയിരിക്കും ഫേംസിന് ഉണ്ടായിരിക്കുക. പക്ഷെ അവിടെ പെർഫെക്റ്റ് നോളജ് ആയിരിക്കില്ല, സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നുള്ളതാണ് ഒളിഗോപ്പൊളി മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഹോമോജീനിയസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റീവ് പ്രൊഡക്റ്റ് ആയിരിക്കാം, ബാരിയേഴ്സ് ടു എൻട്രി ആയിരിക്കും, മ്യൂച്വൽ ഇൻ്റർഡിപ്പെൻഡൻസ് ആണുള്ളത്. പിന്നെ സെല്ലിംഗ് കോസ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറും കൂടിയാണ് ഒളിഗോപ്പൊളി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ
അതിൻ്റെ പ്രത്യേകതകൾ, സ്ട്രക്ചർ, പിന്നെ നമ്മൾ മൊണോപ്പൊളി പഠിക്കുകയാണെങ്കിൽ മൊണോപ്പൊളി പവേഴ്സ്, ഡിഗ്രീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നല്ലതാണ്. അടുത്തതാണ് നമ്മൾ ഗെയിം തിയറി, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗെയിം തിയറിയിൽ നോക്കുമ്പോൾ എന്താ, അതിൽ ബേസിക് അസംഷൻസ് നോക്കാറുണ്ട്. നമുക്ക് പ്ലെയേഴ്സ് എങ്ങനെയാണ് പ്ലെയേഴ്സ് ആക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവിടെ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് നൗൺ ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു പ്ലെയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റൊരു പ്ലെയറിൻ്റെ ലോസ് ആയിരിക്കും. പിന്നെ പേ ഓഫ് എങ്ങനെയാണ്, എന്താണ് പേ ഓഫ്, അതുപോലെ തന്നെ പ്ലെയർ എന്ന് വെച്ചാൽ എന്താണ്, അതുപോലെ തന്നെ പോളിസി എന്താണ്, സ്ട്രാറ്റജി ഉണ്ട്, ഇവിടെ പ്യുവർ സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ മിക്സ്ഡ് സ്ട്രാറ്റജി ഉണ്ട്, അതെന്താണ്, പേ ഓഫ് മെട്രിക്സ് ഉണ്ട്, പിന്നെ ഒപ്റ്റിമം സ്ട്രാറ്റജി, സാഡിൽ പോയിൻ്റ്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഗെയിമിൻ്റെ ഡിസിഷൻ എന്താണെന്ന് നോക്കാറുണ്ട്. പിന്നെ എന്താണ് സീറോ സം ഗെയിം, എന്താണ് നോൺ സീറോ സം ഗെയിം എന്താണ്, പിന്നെ 2% സീറോ സം ഗെയിംസിൻ്റെ പ്രത്യേകത എന്താണ്, സാഡിൽ പോയിൻ്റ്, മിനിമാക്സ്, അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റ്സ് ഗെയിം തിയറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെയുള്ളതാണ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, മാർജിനൽ പ്രൊഡക്ടിവിറ്റി, യൂലർ തിയറം ഓഫ് ആൻഡ് ആഡിങ് അപ്പ് പ്രോബ്ലം. യൂലർ തിയറം അതുപോലെ തന്നെ ആഡിങ് അപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ പ്രൊഡക്ഷൻ എക്സോസിഷൻ തിയറി ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് റിക്കാർഡോ, മാക്സ്, കലേക്കി, അതുപോലെ തന്നെ പാർഷ്യൽ ജനറൽ ഇക്വിലിബ്രിയം ആണ് ലാസ്റ്റ് ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു റിക്കാർഡോ തിയറി ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ഒരു എക്കണോമിക് അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു നാഷണൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെയിൻ എക്കണോമിക് ഗ്രൂപ്പ്സിന് എങ്ങനെയാണ് വീതിച്ചു കൊടുക്കുന്നതെന്നൊക്കെയാണ് റിക്കാർഡോൻ്റെ തിയറിയിൽ പറയുന്നത്. പിന്നെ അതിൽ തന്നെ എന്താ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ റെസിജ്വൽ സർപ്ലസ് എന്ന് വെച്ചാൽ എന്താണ്, അതുപോലെ തന്നെ അവിടെ സർപ്ലസ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കാര്യം എന്താണെന്നൊക്കെ നമ്മൾ ചെറിയ ചെറിയ കോൺസെപ്റ്റ്സ് ഉണ്ട്. ആ ഒരു അത്യാവശ്യം വലിയൊരു തിയറി തന്നെയാണ് റിക്കാർഡോൻ്റെ തിയറി എന്ന് പറയുന്നത്. വളരെയധികം ഡീപ്പായി നോക്കാണ്ട് ഇപ്പോൾ നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് എങ്കിലും നമ്മൾ നോക്കി പോകുന്നത് അത്യാവശ്യമായിരിക്കും. മാക്സിയൻ തിയറി ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ എന്ന് പറയുന്നത് നമ്മൾ ലേബർ തിയറി ഓഫ് വാല്യൂസിൻ്റെ ബേസിലാണ് ഈ മാക്സ് എന്ന് പറയുന്നത്, ഈ ഒരു തിയറി എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കൊരു മാത്സിൻ്റെ പഠിക്കുമ്പോൾ അതിലൊരു ഇക്വേഷൻ വരുന്നുണ്ട്. അതിൽ എന്താണ് ഈ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഇപ്പോൾ റേറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്താണ്, പിന്നെ വേരിയബിൾ ക്യാപിറ്റൽ, അതുപോലെ തന്നെ സർപ്ലസ് വാല്യൂ എന്താണ്, ഈ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള എങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒന്നാണ് ഇപ്പോൾ റേറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ S/V എന്ന് പറയും, S/V, അതായത് പ്രോഫിറ്റ് ഷെയർ ഡിവൈഡ് ബൈ വേജ് ഷെയർ. അതുപോലെ തന്നെ വാല്യൂ ഓഫ് നെറ്റ് ഔട്ട്പുട്ട് എന്തൊക്കെ ചേരുന്നതാണ്. ഇപ്പോൾ വേജ് ബില്ല് ചേരുന്നതും പ്രോഫിറ്റ് ഷെയർ ചേരുന്നതാണ് ഈ വാല്യൂ ഓഫ് നെറ്റ് ഔട്ട്പുട്ട്. അപ്പം നമ്മൾ എന്താണ് വേജ് ബില്ല്, അത് എന്താണ് വേജ് ബില്ല്, ഇപ്പോൾ ആരാണ് വേജ് ബില്ല് ഇവിടെ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ വാല്യൂ ഓഫ് നെറ്റ് ഔട്ട്പുട്ട് പിടിക്കാനുള്ള ഇക്വേഷൻ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പിന്നെയുള്ള ലാസ്റ്റ് വന്നിട്ടുള്ള കലേക്കിൻ്റെയാണ് ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്. കലേക്കിൻ്റെ തിയറി ഓഫ് അഗ്രഗേറ്റ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷെയർ ഓഫ് വേജസ്, നമ്മുടെ നാഷണൽ ഇൻകത്തിൽ ഷെയർ ഓഫ് വേജസിൻ്റെ എത്രത്തോളം ആണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ അവിടെ എന്തോ ഡിഗ്രി ഓഫ് മൊണോപ്പൊളി പവറിനെയും ബേസ് ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ട്. വേജ് ബില്ലിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ കോൺസെപ്റ്റ്സുകളും ഇതിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് റിക്കാർഡോ മാക്സ് കലേക്കിൻ്റെ പഠിക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരു തിയറി എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റു തിയറീൻ്റെ ചില കോൺസെപ്റ്റ്സായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ അത്യാവശ്യം ഭയങ്കര തിയറിയാണ്. അപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടതുപോലെ ഇപ്പോൾ നമുക്ക് എസ്സേ ഒന്നും എഴുതാൻ ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം കോൺസെപ്റ്റ്സ് പോയിൻ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ് നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ പാർഷ്യൽ ആൻഡ് ജനറൽ ഇക്വിലിബ്രിയം ആണ്. ഇത്രയാണ് മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് ആപ്ലിക്കേഷനിലുള്ളത്.
പിന്നെ അടുത്താണ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന് 4 മാർക്കാണ്. മൈക്രോനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ളൊരു സിലബസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്സ് ആണ്. പിന്നെ ISLM മോഡൽ, നമുക്കറിയാം ISLM മോഡൽ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഷിഫ്റ്റ് കാര്യങ്ങൾ. പിന്നെ ക്ലോസ്ഡ് അനാലിസിസ് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ സിസ്റ്റത്തിലും ISLM മോഡലിൻ്റെ അനാലിസിസ് എങ്ങനെയാണ്, ക്രൗഡിങ് ഔട്ടൊക്കെ എഫക്റ്റൊക്കെ നമ്മൾ പഠിച്ചിട്ട് PG ലെവലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ്. മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ എങ്ങനെയാണ് മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയൊക്കെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മുണ്ടൽ ഫ്ലെമിംഗ് മോഡലിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മൊബിലിറ്റി എങ്ങനെയാണ്, മൊണോപ്പൊളി പോളിസീസ് എങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് നമ്മുടെ ഒരു എക്കണോമിക് ബിഹേവിയറിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നൊക്കെ കാര്യങ്ങളൊക്കെ മുണ്ടൽ ഫ്ലെമിംഗ് മോഡലിൽ പറയുന്നുണ്ട്. പിന്നെ ബിഹേവിയർ ഫൗണ്ടേഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ്, കൺസംഷൻ ഫംഗ്ഷൻ ആൻഡ് പസിൽ, ആബ്സല്യൂട്ട് റിലേറ്റീവ്, പെർമനൻറ്റ് ആൻഡ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ഓഫ് കൺസംഷൻ. നമുക്കറിയാം നമ്മൾ തിയറി ഓഫ് കൺസംഷനിൽ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, പിന്നെ ലൈഫ് സൈക്കിൾ തിയറിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസിൽ എങ്ങനെയാണ് ഇപ്പോൾ മാർച്ചിന് നമ്മുടെ MPSCയും MPCൻ്റെ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ ഡാറ്റയാണോ റിലേറ്റീവ് ഇൻകം എങ്ങനെയാണ് നമ്മളിത് അനാലിസിസ് ചെയ്തത്, അത്തരം കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ അതിൻ്റെ കോൺസെപ്റ്റ്സ്, മെയിനായിട്ടുള്ള കോൺസെപ്റ്റ്സ് എങ്ങനെയാണ്, കൺസ്യൂമർ എങ്ങനെയായിരിക്കും അവർ ഇൻകം എന്ന് പറയുന്നത്, ഇൻകത്തിനനുസരിച്ച് ഇൻകം കിട്ടുന്ന ഇൻകം മൊത്തം ചിലവഴിക്കുകയാണോ, എങ്ങനെ സേവ് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ പെർമനൻറ്റ് ആൻഡ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ഓഫ് കൺസംഷൻ. പിന്നെ നമുക്കറിയാം അബ്സല്യൂട്ട് കൺസംഷനായിട്ട് കെയ്ൻസിൻ്റെ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നാണ് കൂസ്നെറ്റ് പസിൽ എന്ന് പറയുന്നത്. അത് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്, അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നോക്കി നിൽക്കാൻ നന്നായിരിക്കും. സൈമൺ കൂസ്നെറ്റിൻ്റെയാണ് കൂസ്നെറ്റ് പസിൽ എന്ന് പറയുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫങ്ഷൻസ്, നിയോ ക്ലാസിക്കൽ, കെയ്നീഷ്യൻ ആൻഡ് ആക്സിലറേറ്റഡ് തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ പ്രധാനമായിട്ടും നിയോ ക്ലാസിക്കൽ വന്നപ്പോൾ കെയ്നീഷ്യൻ തിയറീസിനെ കുറിച്ച് നോക്കി വെക്കണം. അതുപോലെ തന്നെ ക്ലാസിക്കൽസിന് ആരൊക്കെയാണ്, നിയോ ക്ലാസിക്കൽസ് ആരൊക്കെയാണ്, മോണിറ്ററിസ്റ്റ്സ് ആരൊക്കെയാണ്, അതുപോലെ തന്നെ കെയ്നീഷ്യൻസ് ആരൊക്കെയാണ്, നിയോ കെയ്നീഷ്യൻസ് ആരൊക്കെയാണ്, അവർ കുറച്ച് എക്കണോമിസ്റ്റുകളൊക്കെ ഇത്തരം കോൺസെപ്റ്റ്സുകളൊക്കെ പിന്തുടർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആരൊക്കെയാണ് നോക്കി വെക്കണം. മുൻപുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഈ താഴെ തന്നിരിക്കുന്ന ആരാണ് നിയോ ക്ലാസിക്കൽ, നിയോ കെയ്നീഷ്യൻ ആരാണ്, കെയ്നീഷ്യൻ ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ, ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഫിലിപ്സ് കർവൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റിലൊക്കെ. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് ഓഫ് ബിസിനസ് സൈക്കിൾ, തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഓഫ് സാമുവൽസൺ, ഹിഗ്സ്, കാൽഡോർ, മൾട്ടിപ്ലയർ ആൻഡ് ആക്സിലറേറ്റർ, പിന്നെ ഗ്രേറ്റ് ഡിപ്രഷൻ ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസ്, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് വ്യൂസ്, പിന്നെ ക്ലാസിക്കൽ, കെയ്നീഷ്യൻ ആൻഡ് മോണിറ്ററിസ്റ്റ് അപ്രോച്ച് ടു ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫിലിപ്സ് കർവ് ഉണ്ട്. പിന്നെ സാക്രിഫൈസ് റേഷ്യോ എന്താണെന്ന് ചോദിക്കേണ്ടത് ഒക്കിൻസ് ലോ. ഫിലിപ്സ് കർവിൽ നമുക്കറിയാം എന്താ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത്. അതിനൊരു കർവ് ഉണ്ട്, അത് ഏത് സമയത്താണ് വെർട്ടിക്കലായിട്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒക്കിൻസ് ലോയിൽ നമുക്കറിയാം അൺഎംപ്ലോയ്മെൻറ്റും GDP തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് 1% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ GDP 2% ഡിക്രീസ് ചെയ്യുന്നൊക്കെ അത് GDP 2% ഡിക്രീസ് ചെയ്യുന്നുള്ള രീതിക്കാണ് ഒക്കിൻസ് ലോ പറയുന്നത്. പിന്നെ മാക്രോ എക്കണോമിക്സ് സ്കൂൾസ് ആൻഡ് പോളിസീസ്, സ്കൂൾസ് ഇൻ മാക്രോ എക്കണോമിക്സ്, അതിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കെയ്നീഷ്യൻസ് ആരാ, മോണിറ്ററിസ്റ്റ് ആരാ, ന്യൂ ക്ലാസിക്കൽസ് ആരാ, സപ്ലൈ സൈഡ് എക്കണോമിക്സ് ആരാ, അപ്പോൾ ആരാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കി വെക്കണം. ന്യൂ കെയ്നീഷ്യൻ ആൻഡ് ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ്, പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാക്രോ എക്കണോമിക് പോളിസി, പിന്നെ മോണിറ്ററി തിയറി, ഫിസിക്കൽ പോളിസി, ഇൻകം പോളിസി. ഇത്രയാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയാം, നമുക്കൊരു മാത്സ്
ഭാഗത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവാം. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിലും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് എക്കണോമിക് അനാലിസിസിനും 4 മാർക്ക് തന്നെയാണുള്ളത്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ്, കോറിലേഷൻ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്, പ്രോബബിലിറ്റി, ബേസ് തിയറം, പിന്നെ ബേസ് തിയറം, പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്കറിയാം, മീൻ, മീഡിയം, മോഡ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് നോക്കണം. ചിലപ്പോൾ മീൻ കണ്ടുപിടിക്കാൻ വരും, മോഡ് കണ്ടുപിടിക്കാൻ വരും, മീഡിയനും കണ്ടുപിടിക്കാൻ വരും. അതുപോലെ തന്നെ ഇപ്പോൾ സിഗ്മ എക്സ് ബൈ എൻ അതാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഒരു നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് ആയിരിക്കും തരാറുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂസ് സീരീസൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാനായിട്ട്. ബുദ്ധിമുട്ടല്ല, കുറേ സമയമൊക്കെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഏതാ, ഇൻഡിവിജ്വൽ സീരീസാണ് കൊടുത്തിട്ടാണ് മീൻ കണ്ടുപിടിക്കാനൊക്കെ സാധാരണ പറയാറുള്ളത്. അതിൽ തന്നെ അരിത്തമെറ്റിക് മീനുണ്ട്, അതുപോലെ തന്നെ ജോമെട്രിക് മീനുണ്ട്, ഹാർമോണിക് മീനുണ്ട്. അരിത്തമെറ്റിക് മീൻ നമുക്കറിയാം സിഗ്മ എക്സ് ബൈ എൻ ആണ്. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരു ഇപ്പം മീൻ പഠിക്കുമ്പോൾ മീനിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ പഠിക്കേണ്ട ആ ഒരു കോൺസെപ്റ്റ്സും കൂടെ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ മീഡിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു മീഡിയൻ ഏതാണെന്ന് കണ്ടുപിടിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ n+1/2th ഐറ്റം അങ്ങനെയാണ് സാധാരണ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ കാണാറുള്ളത് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മീനിൻ്റെയും നമ്മളെന്താ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ നോക്കി വെക്കണം. അതിൽ തന്നെ പിന്നെ നമ്മളെന്താ ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കാറുണ്ട്. ദ വാല്യൂ വിച്ച് ഡിവൈഡ് ദ ഗിവൺ ഡാറ്റ ഇൻറ്റു 4 ഈക്വൽ പാർട്സ് ആർ നോൺ ആസ് ക്വാർട്ടൈൽസ്. അപ്പോൾ അതായത് നമുക്ക് കിട്ടുന്ന ഡാറ്റയെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആക്കിക്കൊണ്ടാണ് മാറ്റുന്നത്. അതിൽ നമ്മൾ അതിനെയാണ് നമ്മൾ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. പിന്നെ നമ്മളെ മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഏതാണോ അതിനാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. മോഡിൻ്റെയും ഈ ഒരു മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഉള്ളതാണ് അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അണ്ടർ പീക്ക് ഓഫ് കർവ്. അതുപോലെ തന്നെ നമുക്കറിയാം മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് എന്നായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സൈനൊക്കെ ഒന്ന് മാറ്റിയിട്ട് തരാം. അപ്പോൾ അതൊക്കെ എക്സാമിന് വരാറുണ്ട്, അപ്പോൾ അത് നോക്കണം. ജോമെട്രിക് മീൻ എന്താണെന്ന് നമുക്കറിയാം. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് പിന്നെ അതിന് ജോമെട്രി മീൻ്റെ ഇക്വേഷൻ നോക്കണം. അപ്പോൾ ഒരു ഡാറ്റ തന്നിട്ട് അതിൽ GM കണ്ടുപിടിക്കാൻ വേണ്ടി തരാം. അതുപോലെ തന്നെ ജോമെട്രി മീൻ്റെയും മെറിറ്റ്സ് ഡീപ്പായിട്ട് നോക്കിയില്ല, എന്തായാലും മീൻ്റെയും മീഡിയൻ്റെയും മോഡിൻ്റെയും എന്തായാലും നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ ഡിസ്പേർഷനെ കുറിച്ച് പറഞ്ഞു. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനാണ് നമ്മൾ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ ലോറൻസ് കർവ് ഒക്കെയാണ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. റേഞ്ച് നമുക്കറിയാം, ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1 / 2 ആണ്. അത് Q3 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈലും അവർ അപ്പർ ക്വാർട്ടൈലിനാണ്. Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടൈൽ ഓർ ലോവർ ക്വാർട്ടൈലിനാണ് പറയുന്നത്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് നമുക്കറിയാം Q3 - Q1 / Q3 + Q1 ആയിരിക്കും അതിൻ്റെ ഒരു കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ്. പിന്നെ റേഞ്ച് എന്താ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളതാണ് നമുക്ക് പ്രോബബിലിറ്റി ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള തിയറാണ് ബേസ് തിയറം. അതിൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ തിയറീസിൽ ബൈനോമിയലും പോസോണും, അത് വലിയ പോസോണും പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും ആണ് നോക്കേണ്ടത്. മാത്തമാറ്റിക് മെത്തേഡ്സ് നമ്മൾ മെട്രിക് ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പോൾ ടൈപ്സ് ഓഫ്
മെട്രിക്സ് ഉണ്ട്, സിംഗുലർ മെട്രിക്സ്, ഓർത്തോഗോണൽ മെട്രിക്സ്, സ്കാലർ, പിന്നെ ട്രാൻസ്പോസ്, അതുപോലെ തന്നെ ഇൻവേഴ്സ്. ഇത്തരം മെട്രിക്സിന് തന്നെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് നോക്കുക. റാങ്ക്സ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഒരു മെട്രിക്സിൻ്റെ റാങ്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക. പിന്നെ നമ്മൾ മെട്രിക്സ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അതുപോലെ എങ്ങനെയാണ് മെട്രിക്സ് വരുമ്പോൾ നോക്കുക. പിന്നെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ, ലീനിയർ പ്രോഗ്രാമിംഗ്, പിന്നെ ഡുവാലിറ്റി ആൻഡ് ഷാഡോ പ്രൈസ്, പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റവന്യൂ, കോസ്റ്റ്, ഡിമാൻഡ് സപ്ലൈ ഫങ്ഷൻസ്, ഇലാസ്റ്റിസിറ്റീസ്. അപ്പോൾ ഇതൊക്കെ ഇലാസ്റ്റിസിറ്റീസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, ഡിമാൻഡും സപ്ലൈയും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിമാൻഡ് ഫങ്ഷൻസ് സപ്ലൈ ഫങ്ഷൻസും തന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിമം ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. പിന്നെ കൺസ്യൂമർ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സർപ്ലസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. പിന്നെ ഉള്ളത് എക്കണോമെട്രി മെത്തേഡാണ്. എക്കണോമെട്രി മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ, ജനറൽ, ലീനിയർ എക്കണോമെട്രി മോഡൽ ഉണ്ട്. പിന്നെ നമ്മൾ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുക, പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ, പിന്നെ റിസർച്ച് മെത്തഡോളജി, പിന്നെ ടൈപ്സ് സാമ്പിളിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്സും ടെക്നിക്സും ഉണ്ട്. പിന്നെ ഹൈപ്പോത്തിസിസ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക, ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ടാവും, റിസർച്ച് ഡിസൈൻ ഉണ്ട്. പിന്നെ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററൊക്കെ ഈ ഒരു ഭാഗത്തിൽ നോക്കി വെക്കണം. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ടൈപ്പ് 1 എററാണോ ടൈപ്പ് 2 എററാണോ കണ്ടുപിടിക്കേണ്ടതെന്ന്, അല്ല ഇതിലേതാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പിന്നെ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. പിന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചായിട്ടാണ്. അതിലും 4 മാർക്കാണുള്ളത് മൊഡ്യൂൾ 4. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും HDI അതുപോലെ തന്നെ PQLA എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കണം. HDIയിൽ ഇന്ത്യയുടെ പൊസിഷൻ നോക്കി വെക്കണം. ഫസ്റ്റ് പൊസിഷൻ ഏത് രാജ്യത്തിനാണെന്നൊക്കെ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇൻഇക്വാലിറ്റീസ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, നമുക്കറിയാം ലോറൻസ് കർവും ഗിനി കോഎഫിഷ്യൻറ്റും. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഇപ്പോൾ ഇനീക്വാളിറ്റി വരുമ്പോൾ ഹയസ്റ്റ് ഇനീക്വാളിറ്റി വാല്യൂ ഏതാണ്, ലോവസ്റ്റ് ഇനീക്വാളിറ്റി വാല്യൂ ഏതാക്കിയാണ് നമ്മൾ നോക്കി വെക്കണം. പിന്നെ തിയറീസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, അത് ക്ലാസിക്കൽ തിയറീസ്, നിയോ ക്ലാസിക്കൽ ഗ്രോത്ത് തിയറീസ് ഉണ്ട്, അതുപോലെ തന്നെ പാർഷ്യൽ തിയറീസ് ഓഫ് ഗ്രോത്ത് ഉണ്ട്. പിന്നെ ലൂയിസിൻ്റെ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് വിത്ത് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഫെയറാനിസ് തിയറീൻ്റെ പ്രത്യേകത എന്താണ്, ബാലൻസ്ഡ് ഗ്രോത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റൊസാസ്റ്റൈൻ, റോഡൻ, നക്സ്, ലെവീസ് അൺബാലൻസ്ഡ് ഗ്രോത്ത്, ലോ ലെവൽ ഈക്വിലിബ്രിയം ട്രാപ്പ്, എപ്പോഴാണ് അങ്ങനൊരു കണ്ടീഷൻ വരുന്നത്, വിഷ സർക്കിൾ ഓഫ് പോവർട്ടി, ക്രിട്ടിക്കൽ മിനിമം എഫർട്ട് തിയറി, ഹാരോ ഡോമൻ ആൻഡ് സോളോ മോഡൽ. ഇതിലൊക്കെ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അസംഷൻസ് നോക്കിയാൽ ഒരു തിയറി നോക്കുമ്പോൾ അതിൻ്റെ മറ്റു തിയറി എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും. ഈ ഒരു തിയറീൻ്റെ ക്രിറ്റിസിസം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മറ്റൊരു തിയറി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒന്നാമത്തെ തിയറിയിൽ എന്താണോ ഇല്ലാത്തത് അതായിരിക്കും രണ്ടാമത്തെ തിയറിയിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും ഈ ഡെവലപ്മെൻറ്റ് തിയറീസ് എന്ന് പറയുന്നത്. പിന്നെ മണി ആൻഡ് ബാങ്കിങ്, അതിൽ പബ്ലിക് ഫിനാൻസ്, ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ തിയറീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന തിയറീസ്, ഇപ്പോൾ സ്മിത്ത്, റിക്കാർഡോ, HO തിയറി, റോഹ്ലിൻ തിയറി, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ഫോംസ് ഓഫ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ, റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ തന്നെ അതുതന്നെയാണ്. ഇപ്പോൾ ഒരു തിയറി എടുക്കുകയാണെങ്കിൽ ആ ഒരു തിയറീൻ്റെ ഒരു ക്രിറ്റിസിസം ഒരു എക്സ്റ്റൻഷൻ ആയിട്ടായിരിക്കും നമുക്ക് രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. പാരഡോക്സ് ഒക്കെ ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു തിയറി ഒന്നാമത്തെ തിയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തിയറി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഈ ഒരു തിയറി ഇതെന്താ ഇങ്ങനെ തോന്നും. അപ്പോൾ ആ രണ്ടാമത്തെ തിയറി വരുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനോ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. അസംഷൻസ് എന്തായാലും നോക്കി വെക്കണം. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, പിന്നെ ഫോംസ് ഓഫ് എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് ടൈപ്സ് ഉണ്ട്, എക്കണോമിക് യൂണിയൻസ്, അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് ഉണ്ട് ഒരുപാട്. ഇപ്പോൾ നിലവിലെ ലോകത്തുള്ള എക്കണോമിക് ഇൻ്റഗ്രേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. അപ്പോൾ ഏതൊക്കെ കൊളാപ്സ് ചെയ്ത് പോയിട്ട് പുതിയതായിട്ട് ഫോം ചെയ്ത് വന്നിട്ടുള്ളത് നോക്കുക. പിന്നുള്ളത് കേരള മോഡൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, അതിൽ 4 മാർക്ക് തന്നെയാണ്. അതിൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് സ്ട്രക്ചറൽ ചേഞ്ച് ആണ്, സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ, അതായത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ, അത് നമ്മുടെ നാഷണൽ ഇൻകത്തിലേക്കുള്ള അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ നോക്കുക. പിന്നെ നമ്മൾ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് നോക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്, നമ്മുടെ എക്കണോമിക് പ്ലാനിങ് എന്ത് തരത്തിലുള്ളതായിരുന്നു, നമ്മുടെ 5 ഇയർ പ്ലാൻ നോക്കുക, നീതി ആയോഗിനെ കുറിച്ച് നോക്കണം,
5 ഇയർ പ്ലാനിൽ എത്ര 5 ഇയർ പ്ലാൻ സക്സസ്ഫുള്ളി നടന്നു നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്ലാൻ ഹോളിഡേയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇയർ നോക്കി വെക്കുക. ചില സ്പെസിഫിക് പ്ലാൻസ് ചിലപ്പോൾ 10th 5 ഇയർ പ്ലാനിൻ്റെ എയിം എന്തായിരുന്നു, അതുപോലെ തന്നെ 11th 5 ഇയർ പ്ലാനിൻ്റെ എയിം എന്തായിരുന്നു, 12th 5 ഇയർ പ്ലാനിൻ്റെ എയിം എന്തായിരുന്നു ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏത് മോഡലാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നമ്മൾ ഏത് മോഡലാണ് നമ്മൾ ഫോളോ ചെയ്തേ നോക്കുക. പിന്നെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഇൻ ഇന്ത്യ, നീതി ആയോഗ് എന്നാണ് വന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാന് മാറ്റമില്ലല്ലോ, ചെയർമാൻ ആരാ നോക്കണം. അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു നീതി ആയോഗിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ആരൊക്കെയാണ് നോക്കണം, ഫസ്റ്റത്തെ ആരാ നോക്കണം, അതെന്നാണ് വന്നത് നോക്കണം. നീതി ആയോഗ് അതെന്തിനാ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് വന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ എന്നായിരുന്നു ഫോം ചെയ്തത്, അതിൻ്റെ പ്രത്യേകത എന്താ നോക്കുക. എക്കണോമിക് പോളിസി ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, പിന്നെ അഗ്രികൾച്ചറലി ഇന്ത്യയിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പോളിസി കുറേയധികം ഫാം പോളിസീസൊക്കെ ഉണ്ട്. ഇൻഡസ്ട്രിയൽ ട്രേഡ് എങ്ങനെയായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ പ്രൈസ് മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യ, മോണിറ്ററി, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ പോളിസീസ്, റിഫോംസ്, റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്. അതിൽ നമുക്ക് ബാങ്കിങ് സെക്ടർ റിഫോംസ് ഒക്കെ നോക്കുന്നത് നന്നായിരിക്കും. പിന്നെയുള്ള കേരള എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് തന്നെയാണ്. നമ്മുടെ പോവർട്ടി, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിലെ കേരളത്തിലെ അൺഎംപ്ലോയ്മെൻറ്റും പോവർട്ടിയൊക്കെ എങ്ങനെയാണ്. അതുപോലെ തന്നെ നീതി ആയോഗമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. നീതി ആയോഗ് ഇൻഡെക്സിൽ ഫസ്റ്റ് നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡും അതുപോലെ തന്നെ കേരളയാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് പോവർട്ടി ഉള്ളത് നമ്മൾ കേരളത്തിലാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി വെക്കണം. പിന്നെ സ്ട്രക്ചറൽ ചേഞ്ച്, കേരള എക്കോണമിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ച്, അഗ്രികൾച്ചറിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കുക. പിന്നെ മൈഗ്രേഷൻ, നമുക്കറിയാം ഇവിടുന്ന് ഒരുപാട് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഡെമോഗ്രാഫി ഫീച്ചേഴ്സ്, പിന്നെ കേരളത്തിൽ ഫിസിക്കൽ സെനാറിയോ എങ്ങനെയാണ്, പിന്നെ നമുക്ക് ഡീസെൻട്രലൈസേഷനും അതിൻ്റെ അച്ചീവ്മെൻറ്റും റീസെൻറ്റ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് എക്കണോമിക്സിൽ പറയുകയാണെങ്കിലുള്ളത്. മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ 4 മാർക്ക്, മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് ആപ്ലിക്കേഷൻ 4 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, എക്കണോമിക് അനാലിസിസ് അതിനും 4 മാർക്ക് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പബ്ലിക് ഫിനാൻസ്, ഇൻ്റർനാഷണൽ ട്രേഡ് 4 മാർക്ക്. പിന്നെ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള 4 മാർക്ക്. അങ്ങനെ 5 മൊഡ്യൂളിലായിട്ട് 4 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 20 മാർക്ക് തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പിന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ മാത്സ് ഭാഗമാണ്. പക്ഷേ എക്കണോമിക്സുകാർക്ക് അപ്പോഴും ആശ്വസിക്കാൻ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഭാഗം. അപ്പോൾ നമുക്കറിയാം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇവിടെയും വരുന്നുണ്ട്. ആബ്സല്യൂട്ട് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും സ്ക്യൂനെസ്സും കുട്ടോസിസും, പിന്നെ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ലീസ്റ്റ് സ്ക്വയറും, ഫിറ്റിങ്സ് ഓഫ് കർവ്സും, കോറിലേഷനും, പിന്നെ റിഗ്രഷൻ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഈ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രോബബിലിറ്റി തിയറി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അഡീഷൻ നമുക്കറിയാം, മൾട്ടിപ്ലിക്കേഷൻ തിയറി അറിയാം, അതുപോലെ തന്നെ കണ്ടീഷൻ പ്രോബബിലിറ്റി ബേസ് തിയറും നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്രോബബിലിറ്റി തിയറീൻ്റെ ഒരുപാട് കോൺസെപ്റ്റ്സ് നമുക്കറിയുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ തിയറീസിൽ നമുക്കറിയാം, നമുക്കിതിൽ ബൈനോമിയലും പോസോൺ ഡിസ്ട്രിബ്യൂഷനും നമുക്കറിയാം. അതുപോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, സ്റ്റുഡൻറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ചൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനും നമുക്കറിയാവുന്നതാണ് തന്നെയാണ്. പിന്നെന്ന് പറയുന്നത് എസ്റ്റിമേഷൻസ്, അതിലെന്ന് വെച്ചാൽ എസ്റ്റിമേഷൻ ബേസിക് പ്രോപ്പർട്ടീസ് നമുക്കറിയാം. അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ്, നമുക്ക് 2 ടൈപ്സ് ഓഫ് എറേഴ്സ് ആണുള്ളത് നമുക്കറിയാം. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ലെവലും പവർ ഓഫ് ടെസ്റ്റ് നമുക്കറിയാം. ടെസ്റ്റ് എന്ന് പറയുന്നത് ടി ടെസ്റ്റിനും ചൈ സ്ക്വയർ ടെസ്റ്റിനും എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെയും നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ സാമ്പിളിംഗ് ടെസ്റ്റിലും നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനെ കുറിച്ച് അറിയാം, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, PPS സാമ്പിളിംഗ്, ക്ലസ്റ്റർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ റിഗ്രഷൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷനും നമുക്ക് അറിയുന്നത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അനോവ നമുക്കറിയാം. പിന്നെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്കറിയാം, അതിൽ നമുക്ക് മെഷർമെൻറ്റ് ഓഫ് മോർട്ടാലിറ്റിയും ഫെർട്ടിലിറ്റിയും സെൻട്രൽ മോർട്ടാലിറ്റി റേറ്റ് നമുക്കറിയാം. ടൈം സീരീസ് അനാലിസിസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ച് നമുക്കറിയാം.
നമ്മൾ ഡിഗ്രിക്കൊക്കെ ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ച് പറയുന്നൊരു ഭാഗം തന്നെയുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് പേയേഴ്സും പാസ്റ്റേഴ്സും ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്. ഇതിലേതാണ് ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ടൈം ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് CSO NSSO സെൻസസ് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നെ മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം എസ്റ്റിമേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം തന്നെ നമുക്ക് ഡിഗ്രിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്കണോമിക്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഇത്രയും പാർട്ട് 3യിൽ നിന്ന് കുറേ ഭാഗമൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. പിന്നെ പ്രധാനമായിട്ടും എക്കണോമിക്സിൽ നിന്നുള്ള ഭാഗവും നമുക്ക് നോക്കാം. നമുക്ക് എളുപ്പമായിരിക്കും എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സ് പഠിച്ച ഒരാൾക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുള്ള കാര്യമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് ടൈംസൊക്കെ. അപ്പോൾ ഒരു ബേസിക് നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ എക്കണോമിക്സ് നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം പഠിച്ചവരായിരിക്കും ഡിഗ്രി പഠിച്ചവർ അധികം പേരും ആ ഒരു ഭാഗം പഠിച്ചവർ തന്നെയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഇത് ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, സ്റ്റാറ്റി ഭാഗം ഉള്ളവർക്ക് മാത്രമായിരിക്കും എളുപ്പം എന്നുള്ളതെന്നല്ല, നമ്മളും പഠിച്ചിട്ടുണ്ട്. കുറേ കോൺസെപ്റ്റ്സൊക്കെ നമുക്കും ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എക്കണോമിക്സ് പഠിച്ചവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കൺഫ്യൂഷൻസ് ഇല്ലാതെ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സൂക്ഷിച്ച് നമുക്ക് കിട്ടാവുന്ന പോയിൻറ്റ്സ് നമ്മൾ കളയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കേണ്ട ഒരു എക്സാം കൂടിയാണ് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് കോൺസെപ്റ്റ്സ് ആണോ വേണ്ടത് അത് എടുത്തു തരുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് എക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാണ്, ക്ലാസ്സും എടുത്തു തരുന്നതാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഡൗട്ടും നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ എക്കണോമിക്സ് പഠിച്ചവർ എക്കണോമിക്സ് നിന്ന് വരുന്ന ഭാഗം ഒട്ടും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ആർക്കും തന്നെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സിലബസിലെ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. താങ്ക് യു.